Hello, good morning. Today we are going to discuss another topic, functions of Kerala State Cooperative Bank Limited. Kerala State Cooperative Bank Limited in the functions. So these are the important functions related to Kerala State Cooperative Bank Limited. First point, issue agricultural short-term, medium-term and long-term loans to District Cooperative Bank. District Cooperative ബാങ്കുകൾക്ക് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം അഗ്രികൾച്ചറൽ ലോൺസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. സെക്കൻഡ്, ഇറ്റ് ഗീവ് ഫിനാൻസ് ടു ഓൾ അതർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിനകത്ത് വരുന്ന മറ്റു കോപ്പറേറ്റീവ് ഫെഡറേഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളല്ലാതെ വരുന്ന മറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് പറയുന്നത്. തേർഡ്, ഫിനാൻസ് ദ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാൻഡ്ലൂം, ഫിഷറീസ്, കയർ ഇൻഡസ്ട്രീസ്. ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്, ഫിഷറീസ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ കയർ ഇൻഡസ്ട്രീസ്, ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടി. അപ്പം പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിന്, അതുപോലെ തന്നെ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്, കയർ ഇൻഡസ്ട്രീസ്, ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഫോർത്ത്, പ്രൊവൈഡ് ലോക്കർ ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ലോക്കർ ഫെസിലിറ്റി മീൻസ് അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ഇതെല്ലാം സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നതിനാവശ്യമായിട്ടുള്ള ലോക്കർ ഫെസിലിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അതിലെ മെമ്പേഴ്സിനും കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവലിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന്, അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടൺ പെർസെൻറ്റേജ് മാറ്റി വെച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അപ്പോൾ ആ ഫണ്ട് സ്റ്റേറ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടൺ എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക സ്റ്റേറ്റ് ലെവലിൽ എന്നുള്ളതാണ് അടുത്തൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ക്രിയേറ്റ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് വിത്ത് ദ മണി റിസീവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് പറയുന്നതിന് മുൻപ് നമ്മൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഫണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്, സോ ദ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് റിസീവ് ചെയ്യുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. എന്നാൽ അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പോൾ ഈ രണ്ട് ഫണ്ടിനെ കുറിച്ചും വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്, സോ ദ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ district cooperative bank, but in the case of principal state partnership fund, this fund is maintained by the state cooperative bank. State cooperative bank maintain ചെയ്യുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് വിത്ത് ദ മണി റിസീവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പണം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. Next, conduct
സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സംസ്ഥാനത്തിനകത്ത് വരുന്ന എല്ലാ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ നടത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, കോൺഫറൻസസ് ആർ കണ്ടക്റ്റഡ് പീരിയോഡിക്കലി ടു ഡിസ്കസ് ദ പ്രോബ്ലംസ് ഓഫ് DCBs ആൻഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയാസമയങ്ങളിൽ എന്ത് കണ്ടക്ട് ചെയ്യണം? കോൺഫറൻസുകളും മറ്റ് കാര്യങ്ങളുമെല്ലാം കണ്ടക്ട് ചെയ്യണം. എന്നിട്ട് ആ കോൺഫറൻസ് കണ്ടക്ട് ചെയ്ത് അതിനകത്ത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുകയും അതിന് എന്ത് ചെയ്യണം? സൊല്യൂഷൻ കാണുകയും ചെയ്യുക. ലാസ്റ്റ്, ഗിവ് ഫണ്ട്സ് ടു DCBs ഫിനാൻസിങ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് പ്രൈമറി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. പ്രൈമറി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക എന്നുള്ളതും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫംഗ്ഷനാണ്. അപ്പം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ താഴെ തട്ടിൽ വരുന്ന ബാങ്കാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്ത് ചെയ്യണം? ടു പ്രൊവൈഡ് ഫണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻസിങ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് പ്രൈമറി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. പ്രൈമറി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കൃത്യമായിട്ടും കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എവിടെ നിന്ന്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് നൽകും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നൽകും. ആ രീതിയിൽ എന്താ പറയുന്നത്? ഫണ്ടിൻ്റെ അലോക്കേഷൻ നടത്തുക. അതാണ് ലാസ്റ്റ് പറയുന്നത്, ഗീവ് ഫണ്ട്സ് ടു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻസിങ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് പ്രൈമറി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. പ്രൈമറി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് നമ്മളവിടെ ഓർക്കണം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ താഴെ വരുന്ന കോപ്പറേറ്റീവ് ഫെഡറേഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്, ഫിഷറീസ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ കയർ ഇൻഡസ്ട്രീസ്, ഇത്തരത്തിലുള്ള ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, കയർ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് സ്റ്റേറ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. പീരിയോഡിക്കൽ കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്യുന്നു. ടു ഡിസ്കസിങ് ദ പ്രോബ്ലംസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ. ദെൻ ലാസ്റ്റ്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നതിന് പ്രൈമറി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന് ആവശ്യമായിട്ടുള്ള സഹായം പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതിന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയെല്ലാമാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, എങ്ങനെയെല്ലാമാണ് വീതിച്ച് നൽകേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം 5 രീതിയിലാണ് ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതിന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് പറയുന്ന ഒന്നാമത്തെ പോയിൻ്റ് 25% ഓഫ് ദ റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിലേക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% മാറ്റിവെക്കണം. സെക്കൻഡ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആസ് പെർ റൂൾസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ റൂൾസ് അനുസരിച്ച് എത്രയാണോ മാറ്റിവെക്കേണ്ടത് ആ രീതിയിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ദെൻ തേർഡ്, 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% മാറ്റിവെക്കണം. ദെൻ ഫോർത്ത്, ഡിവിഡൻഡ് റേറ്റ് എക്സീഡിങ് 10% പെർ ആനം. ഓരോ വർഷവും എന്ത് ചെയ്യണം? 10% കുറയാതെ 10%ൽ കുറയാതെയുള്ള ഡിവിഡൻഡ് മെമ്പേഴ്സിന് അതല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദെൻ ഫിഫ്ത്ത്, റിമൈനിങ് ഈസ് അലോട്ടഡ് ടു ദ ഡിപ്രീസിയേഷൻ ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, കോമൺ ഗുഡ് ഫണ്ട്, ബോണസ് ടു എംപ്ലോയീസ് എക്സെട്ര. ഈ 4 കാര്യങ്ങളും ചെയ്തതിന് ശേഷം നെറ്റ് പ്രോഫിറ്റിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ ആ ബാലൻസ് ഡിപ്രീസിയേഷൻ ഫണ്ടിലേക്കും ബിൽഡിംഗ് ഫണ്ടിലേക്കും
ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, കോമൺ ഗുഡ് ഫണ്ട്, ബോണസ് ടു എംപ്ലോയീസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കണം. ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അതിന് കിട്ടുന്ന ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 25% റിസർവ് ഫണ്ടിലേക്ക്, എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ആസ് പെർ റൂൾസ് പ്രകാരം എത്രയാണോ മാറ്റിവെക്കേണ്ടത് അത്. ദെൻ 15% നെറ്റ് പ്രോഫിറ്റ് ടു ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. 15% നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക്. ദെൻ 10% കുറയാതെയുള്ള ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ബാക്കി വരുന്നത് റിസർവ് ഫണ്ടിലേക്കും ബിൽഡിംഗ് ഫണ്ടിലേക്ക്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടിലേക്ക്, കോമൺ ഫണ്ട്, അതുപോലെ തന്നെ ബോണസ് ടു എംപ്ലോയീസ്, ഇത്രയും കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ലോങ് ടേം ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.